മമ്മി മമ്മി എന്തിനാ അലമാര പറഞ്ഞ? അതിന് മമ്മിയുടെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ഞാൻ എന്റെ കുട വെക്കുമായിരുന്നു. കൊടയല്ല വടി. മമ്മിയുടെ കൊട എന്റെ അലമാരിലാണ് തപ്പുന്നത്. ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ റൂം കയറി പരിശോധിക്കരുതെന്ന്. അതിന് നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്ന? എന്റെ മോൻ കാശ് കൊടുത്ത് മേടിച്ച അലമാരി ഞാൻ ഒന്ന് തുറന്നു നോക്കി. ഇനിയിപ്പോ നീ എന്തിനാ എന്നെ കൊല്ലാൻ വരുന്നത്? അലമാര മോന്റെ ആയിരിക്കും, അതിരിക്കുന്ന സാധനം മൊത്തം എന്റെയാ. എന്റെ സാധനങ്ങൾ മറ്റാരും നോക്കണം എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ മറ്റുള്ളവരും മുറിവ് ഞാൻ അനുവാദം ഇല്ലാണ്ട് കയറാറുമില്ല. ഇതൊക്കെ വൃത്തിയായിട്ട മനസ്സിലുറക്കെ സാധിക്കൂ. അയ്യോ എന്റെ മോൻ ഇവിടെ ഇല്ലാതായി പോയി. ഇവളുടെ ഈ ചെറ്റവർത്താനം കേട്ട അവനിപ്പോ നിന്റെ കരണടിച്ചു പോച്ചാനെ. ഞാൻ എന്നാ ചെയ്തിട്ട് ഈ ചങ്കത്തടിച്ച് കരയണേ? ഞാൻ ഇല്ലാത്തപ്പോ എന്റെ അലമാരൊന്നും തുറന്നു, അത്രേ ചോദിച്ചുള്ളൂ. എനിക്ക് ആരും ഇല്ലെന്ന് കരുതിയാണോ നീ എന്നെ കടന്നീ പേടിപ്പിക്കുന്ന? എനിക്ക് ചോദിക്കാനും പറയാനും ആളൊക്കെ ഉണ്ട്. വേറെ 2 മക്കളും 2 മരുമക്കളും ഉണ്ട് എനിക്ക്. ഞാൻ നിങ്ങളോട് പല വട്ടം പറഞ്ഞുള്ള കാര്യം എന്നെ എടി പൊടി നീനൊന്നും വിളിക്കരുത്. എന്റെ അപ്പനും അമ്മ എന്നെ അങ്ങനെ വിളിക്കാറില്ല. അയ്യോ ഞാൻ നിന്നെ തമ്പുരാട്ടിക്കുട്ടിന്ന് വിളിക്കാം. 50 പവന് മാലിക്കാർ തന്നാണല്ലോ നിന്റെ അപ്പൻ നിന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടതോ. എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വിധം മാറും. ഓ നിന്റെ ഒരു വീട്ടുകാരൻ. എന്റെ മോന് 1 പവൻ തേച്ചു കൊടുക്കാത്ത നിന്റെ വീട്ടുകാരൻ. എന്റെ 2 മരുമക്കൾ 50 പവൻ സ്വർണം കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നേ. എന്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാ. ഞങ്ങൾ 2 പെൺമക്കളാ. എന്റെ അപ്പന് തരാൻ ഒരു മാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം ആലോചിച്ചത് നിങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞല്ലേ. നിങ്ങളുടെ മോനോട് എന്റെ കുടുംബത്തിന്റെ അവസ്ഥയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. നിങ്ങളെ മോനത് മനസ്സിലായി. ഇന്ന് ഇതുവരെ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുകയോ കരയിപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഓ അപ്പൊ ഞാനായിരിക്കും നിന്നെ കരയിപ്പിച്ചത്. ആദ്യം നീ നിന്റെ ആ പൂങ്കണ്ണിയിലൊന്നും നിർത്ത. നിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ എന്റെ മോനൊരു മണ്ടത്തരം പറ്റിയതാ. അതുകൊണ്ടാ ചെറ്റക്കുടിയിൽ കിടന്ന നീ ഇപ്പൊ എന്നെ ഇവിടെ ഇരുന്ന് ഭരിക്കുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കണല്ലേ. ഇന്നലെ രാത്രി ജോലി എല്ലാം കഴിഞ്ഞ് 12 മണി ഞാനൊന്ന് ഉറങ്ങിയപ്പോ. ഞാൻ ഉറങ്ങുന്നത് സഹിക്കാൻ വയ്യാണ്ടല്ലേ നിങ്ങൾ രാവിലെ കോപ്രായങ്ങളൊക്കെ കാണിച്ചേ. എനിക്ക് നിന്റെ ആട്ടുന്നപ്പൊക്കായിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അവനെ വിളിച്ച ഇന്ന് ഇതിനൊരു തീർപ്പുണ്ടാക്കിട്ടെ ഞാൻ ഇനി ഇങ്ങോട്ടുള്ളൂ. ഞാനേ എന്റെ സ്വന്തം ഇളയ മരുമോളുടെ അടുത്തേക്ക് പോവാ. ഇളയ മരുമോള് സ്വന്തമാണെങ്കിൽ നിങ്ങൾ എന്നെ വാടകയ്ക്ക് എടുത്താണോ? അതേടി നിന്നെ വാടകയ്ക്ക് എടുത്താ.